Now the third type of shock is warm shock, or it can be also called as an anaphylactic shock. Cause of a warm shock is mainly due to അലർജിക് റിയാക്ഷൻസ്. നമ്മളിപ്പം ഒരു ഡ്രഗ് എടുത്തു, ആൻറ്റിബയോട്ടിക് എടുത്തു, പെനിസിലിൻ എന്ന് പറയുന്ന ഒരു ആൻറ്റിബയോട്ടിക് എടുത്തു, ആൻഡ് വി ആർ അലർജിക് ടു ഇറ്റ്. അലർജി വരുമ്പം ആൻറ്റി അലർജിക് ആയിട്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന സബ്സ്റ്റൻസ് ആണ് ഹിസ്റ്റമിൻ. സോ അലർജി ഉണ്ടാകുമ്പം ആ അലർജിയെ പ്രതിരോധിക്കാനായിട്ട് നമ്മുടെ ബോഡി ലാർജ് അമൗണ്ട്സ് ഓഫ് ഹിസ്റ്റമിൻ റിലീസ് ചെയ്യും. ഈ ഹിസ്റ്റമിൻ ചെയ്യുന്ന ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് causes the smooth muscles of your blood vessels to relax. അത് കോൺട്രാക്റ്റ് ആയിട്ട് ടെൻസ്ഡ് ആയിട്ട് ഇരിക്കുന്ന അതിനെ റിലാക്സ് ആക്കാനായിട്ട് ഈ ഹിസ്റ്റമിന് സഹായിക്കും. സോ വെൻ വാസോഡയലേഷൻ ഹാപ്പൻസ്, വീനസ് റിട്ടേൺ ഡിക്രീസസ് ആൻഡ് ദെയർബൈ കാർഡിയക് ഔട്ട്പുട്ട് ഡിക്രീസസ്. നൗ ഈ അലർജിക് റിയാക്ഷൻസ് വരുമ്പം ബ്രോങ്കോസ്പാസമും ഉണ്ടായിട്ട് ആസ്മയും വരുന്ന കേസസ് ഉണ്ട്, വേർ യുവർ ബ്രോങ്കസ്, ദറ്റ് ഈസ് എയർവേസ് എന്തുവാ അലർജിക് റിയാക്ഷൻസ് കാരണം നീർക്കെട്ടുണ്ടായിട്ട് ശ്വാസമുട്ടൽ ഉണ്ടാകുന്നതും കാണാറുണ്ട്. ആൻഡ് ഇതെല്ലാം കുറയ്ക്കുമ്പോൾ വാസോഡൈലേഷനും കാർഡിയക് ഔട്ട്പുട്ട് കുറയും. ഈ കാർഡിയക് ഔട്ട്പുട്ട് കുറയുന്നതിൻ്റെ കൂട്ടത്തിൽ ദ പെർമിബിലിറ്റി ഓഫ് യുവർ കാപ്പിലറീസ് ചേഞ്ച്. ഭയങ്കരമായിട്ടും കാപ്പിലറിയുടെ പെർമിബിലിറ്റി കൂടും. എന്നിട്ട് ഈ ബ്ലഡ് വെസൽസിൽ നിന്ന് ഉള്ള വാട്ടർ കണ്ടൻറ്റ് ബാക്കി എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സിലോട്ട് പോയിട്ട് ബ്ലഡ് വോളിയത്തിൻ്റെ വാട്ടർ കണ്ടൻറ്റ് കുറയും. അങ്ങനെ വാട്ടർ കണ്ടൻറ്റ് കുറയുമ്പം യുവർ ബ്ലഡ് വോളിയം വിൽ ഡിക്രീസ് and your venous return decreases, your cardiac output decreases. So blood volume കുറയും ഈ ഹിസ്റ്റമിൻ റിലീസ് വരുമ്പോൾ, ആൻഡ് വാസോഡൈലേഷൻ ഡ്യൂ ടു റിലാക്സേഷൻ ഓഫ് യുവർ സ്മൂത്ത് മസിൽസ്. സോ ഈ രണ്ട് കാരണങ്ങൾ വരുമ്പോഴാണ് അലർജിക് റിയാക്ഷൻസ് കാരണം ഷോക്ക് ഉണ്ടാകുന്നത്, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ആസ് അനാഫിലാക്റ്റിക് ഷോക്ക്. ദ ഫോർത്ത് മെയിൻ റീസൺ വെൻ കാർഡിയക് ഔട്ട്പുട്ട് ഡിക്രീസ് ചെയ്ത് 4 തരം ഉള്ള ഷോക്കുകളാണ് നമ്മൾ പറഞ്ഞത്. നൗ ദ ഫോർത്ത് റീസൺ വെയർ യുവർ കാർഡിയക് ഔട്ട്പുട്ട് ഡിക്രീസ് ആൻഡ് കോസസ് എ ഷോക്ക് ഇസ് സെപ്റ്റിസിമിക് ഷോക്ക്. സെപ്റ്റിസീമിയ എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് ഇസ് ഇൻഫെക്ഷൻ. സോ ഡ്യൂ ടു സിവിയർ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, യൂഷ്വലി നെഗറ്റീവ് ബാക്ടീരിയ, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയസിൽ കോസ് ചെയ്ത് ഉണ്ടാകുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷനിൽ ടോക്സിൻസ് ഉണ്ടാവും, വിച്ച് ഈ ടോക്സിൻസ് ബാക്ടീരിയൽ ടോക്സിൻസ് വിൽ പ്രൊഡ്യൂസ് the release of chemicals like cytokinins and interleukins, and these substances produce severe vasodilation. So ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷനിൽ ഉണ്ടാകുന്ന കെമിക്കൽസിൽ കാരണം ഉണ്ടാകുന്ന വാസോഡൈലേഷനിൽ വീനസ് റിട്ടേൺ ഡിക്രീസസ് ആൻഡ് യുവർ കാർഡിയക് ഔട്ട്പുട്ട് ഡിക്രീസസ് ആൻഡ് ഹൈപ്പോടെൻഷൻ ഇസ് സീൻ, BP ഡിക്രീസ് ചെയ്യും. These toxins can also produce മയോകാർഡിയൽ കോൺട്രാക്റ്റബിലിറ്റി ഡിക്രീസ് ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി ഈ സൈറ്റോകിനിൻസിനും ഇൻ്റർലൂക്കൻസിനും ഉണ്ട്. സോ കോൺട്രാക്റ്റബിലിറ്റി ഓഫ് ദി ഹാർട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോക്ക് വോളിയം കുറയും, സ്ട്രോക്ക് വോളിയം കുറഞ്ഞു കഴിഞ്ഞാൽ കാർഡിയക് ഔട്ട്പുട്ട് കുറയും. സോ കാർഡിയക് ഇൻസഫിഷ്യൻറ്റ് ആയിരിക്കും. ആൻഡ് ഇവിടെയും കാർഡിയക് കാപ്പിലറി പെർമിബിലിറ്റി വല്ലാതെ കൂടിയിട്ട് വോളിയം ഓഫ് ബ്ലഡ് വോളിയം കുറഞ്ഞിട്ട് കാർഡിയക് ഔട്ട്പുട്ടും കുറയാം. So these are all reasons. Even the force of contraction of your heart decreases, and permeability കൂടുന്നതനുസരിച്ച് ഫ്ലൂയിഡ് ഷിഫ്റ്റ് ഉണ്ടായിട്ട് ബ്ലഡ് വോളിയം കുറയാം. സോ സെപ്റ്റിസിമിക് ഷോക്കിൽ വരുന്ന ഒരാൾ, ദറ്റ് ഇസ് നല്ല ഇൻഫെക്ഷൻ ഉള്ള ഒരു ആൾക്ക്, ചെസ്റ്റ് ഇൻഫെക്ഷനോ വേറെ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ കാരണം ഉണ്ടാവുന്ന ഷോക്കിനെയാണ് സെപ്റ്റിസിമിക് ഷോക്ക് എന്ന് പറയുന്നത്. ഇത് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത് ബാക്കിയുള്ള ഷോക്കുകൾ, കാർഡിയോജനിക് ഷോക്ക്, ഹൈപ്പോവോളിമിക് വോളിയം കുറഞ്ഞ് ബ്ലഡ് വോളിയം കുറഞ്ഞിട്ട് വരുന്ന ഷോക്കിൽ, ഡിസ്ട്രിബ്യൂട്ടീവ് ഷോക്ക്, ഓൾ ആർ collectively seen in this type of septicemic shock and ultimately leading to multi-organ dysfunction.